ഹലോ, എന്തു പറയണം എല്ലാവരും? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ നമുക്ക്. ഇപ്പോൾ പുതുതായിട്ട് പ്രവാസത്തിലേക്ക് വരുന്ന കൂട്ടുകാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മൾ പ്രവാസത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് എയർപോർട്ടിൽ എത്തില്ലേ, അപ്പോഴും നമുക്ക് ഒന്ന് ചിന്തിക്കാനുള്ള സമയമുണ്ട്. ഒന്നുകൂടെ ആലോചിക്കാം. തിരിച്ചു പോകാവുന്ന ദൂരമേ നമ്മളിപ്പോൾ വന്നിട്ടുള്ളൂ. ഇതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ജീവിതത്തിലെ നല്ല നാളുകൾ, നമ്മുടെ നാടും വീടും നമ്മുടെ കൂട്ടുകാരും ഫാമിലിയും നമുക്ക് പ്രിയപ്പെട്ടതെല്ലാം നമുക്ക് നഷ്ടമായേക്കാം. കാര്യം ഇവിടെ വന്നിറങ്ങുമ്പോൾ നമുക്ക് ജോലി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും എങ്ങനെയെങ്കിലും 2 വർഷമാണല്ലോ ഇവിടുത്തെ വിസ, 2 വർഷം ഒന്ന് പൂർത്തിയാക്കിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കിയിട്ട് തിരിച്ച് നാട്ടിൽ പോകണം. അങ്ങനെ എങ്ങനെയെങ്കിലും 2 വർഷം പൂർത്തിയാക്കിയിട്ട് പോവാന്ന് വെച്ചിട്ട് വന്ന ഒരാളാണ് ഞാനും. ഇപ്പോൾ വർഷം 10ആയി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ തിരക്കും ദിവസവും വർഷങ്ങളും പോകുന്നത് തന്നെ നമ്മൾ അറിയില്ല. ആഴ്ചയിൽ വീക്കെൻഡ് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ആഴ്ച കഴിഞ്ഞു. പിന്നെയും അതന്നെ തുടർന്നുകൊണ്ട് പിന്നെയും പിറ്റേ ദിവസം രാവിലെ ആവണു, ജോലിക്ക് പോകണു, വൈകുന്നേരം റൂമിൽ വരുന്നു, ഭക്ഷണം കഴിക്കണു, പിന്നെയും കിടന്നുറങ്ങണു, പിറ്റേ ദിവസം ഇതന്നെയാണ് 365 ദിവസവും. എന്നാൽ നാട്ടിലങ്ങനെയല്ലല്ലോ. നമുക്കൊരു അവധി ദിവസം വന്ന് ഞായറാഴ്ച വന്നു, ഒരു കല്യാണം ഉണ്ട് കൂട്ടുകാരൻ്റെ, അങ്ങോട്ട് പോകണു, എല്ലാ കൂട്ടുകാരെയും കാണുന്നു. അത് കഴിഞ്ഞ് വരുമ്പോൾ അന്നൊരു സിനിമയ്ക്ക് പോയാലോ, സിനിമയ്ക്ക് പോകണു. അങ്ങനെ എന്തൊക്കെയായിരുന്നു. അതൊക്കെ ഒരു ഓർമ്മയാവും. പിന്നെ നമ്മൾ പ്രവാസത്തിലേക്ക് വന്നതുകൊണ്ട് നമ്മളൊരാൾ കഷ്ടപ്പെട്ടാലും നമ്മുടെ നാട്ടിലുള്ളവർ കഷ്ടപ്പെടേണ്ടി വരില്ല. ഇതിൽ പറഞ്ഞിട്ടില്ലേ, ചുറ്റുമുള്ളവർക്ക് വേണ്ടി കത്തിത്തീരുന്ന മെഴുകുതിരിയാണ് പ്രവാസി. സത്യമാണത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ആലോചിക്കാനുള്ളൊരു സമയമാണ്. കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്താ പറയുക, ഈ കല്യാണം കഴിച്ച പോലെയാണ്. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്കല്ലേ അമ്മേനെ കളയാൻ പറ്റുമോ, ഭാര്യേനെ കളയാൻ പറ്റുമോ? രണ്ടും കളയാൻ പറ്റില്ല. അതേപോലെയാണ് പ്രവാസിക്ക് പ്രവാസവും സ്വന്തം നാടും.